എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ടാൻജറോ അവനാണെങ്കിൽ 6 മാസത്തെ കഷ്ടപ്പാടിന് ശേഷം ആ ഒരു പാറക്കല്ല് അത് രണ്ടായിട്ട് വെട്ടി വീശിയിരിക്കുകയാണ്. അവനെ ഏബിളാക്കി മാറ്റിയത് ആ ചുന്ദരി പെണ്ണും അവളുടെ ബ്രദറുമാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി എങ്ങനെയാണ് അവനെ കൊണ്ട് ആ പാറ അത് പിളർക്കാനായിട്ട് കഴിഞ്ഞതെന്ന്. കാരണം അവൻ ആ ബ്രീത്തിങ് കോൺസെൻട്രേഷൻ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവന്റെ എനിമിയെ കറക്റ്റായിട്ട് എയിം ചെയ്യുമ്പോൾ ഒരു ത്രെഡ് ഫോം ചെയ്യും. ആ ഒരു ത്രെഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് വെട്ടിയ ഏതൊരു സാധനവും അവന് രണ്ടായിട്ട് പിളർക്കാനായിട്ട് കഴിയും. എനിക്കാണെങ്കിൽ മനസ്സിലാവും ആ ത്രെഡ് ഉപയോഗിച്ച മനുഷ്യരല്ല, പാറയല്ല, എന്ത് വേണമെങ്കിലും അവന് തകർക്കാൻ പറ്റുമെന്ന്. അവൻ ആ പാറ പിളർന്ന് അറിഞ്ഞ് നമ്മുടെ മാസ്ക്മാൻ അപ്പാപ്പൻ ആൾ അവിടേക്ക് വരും. എനിക്ക് നിന്നെ ഈ മത്സരത്തിന് അയക്കാൻ യാതൊരു താല്പര്യവുമില്ല, പക്ഷേ നീ ഇപ്പോ ഇതിന് പ്രാപ്തനായിരിക്കുകയാണ്. ആളാണെങ്കിൽ അവന്റെ തലയെ തൊട്ടു പറയും, തീർച്ചയായിട്ടും നിനക്കിതിൽ ജയിക്കാൻ കഴിയും, ഞാൻ നിന്നെ ആ മത്സരത്തിൽ അയക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവനുമായിട്ട് വീട്ടിലേക്ക് വരും. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആഹാരം ആൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മുടെ ഹീറോ അവൻ വയറ് നിറച്ച് ഫുഡ് കഴിക്കും. ഇന്നെന്താ ഇത്രയും പ്രത്യേകത? സാധാരണ ഇത്രയും ഭക്ഷണമൊന്നും എനിക്ക് ഉണ്ടാക്കി തരാറില്ലല്ലോ. അതിനാള് പറയും, നീ നാളെ മുതൽ മെയിൻ എക്സാമിന് വേണ്ടി പോവല്ലേ, ഇനി നമ്മൾ എപ്പോൾ കാണും എങ്ങനെ കാണും എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാസ്ക്മാൻ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ മനസ്സിൽ ആലോചിക്കും, ഈ ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞ് നീ ഒരു ഡേമൺ സ്ലെയറായ പിന്നെ നിനക്ക് പ്രോപ്പറായിട്ട് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. സോ ഇപ്പൊ നീ ഇത് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ആള് മനസ്സിൽ പറയും. ഹീറോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ അവന്റെ മുടി അത് കട്ട് ചെയ്ത് കളയാണ്. കാരണം നാളെ ഫൈനൽ മത്സരമാണ്. ഈ ഒരു മത്സരമാണ് അവനൊരു ഡീമൺ സ്ലെയർ ആയി മാറുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പാപ്പൻ മാസ്ക്മാൻ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ഒരു കുറുക്കന്റെ മുഖമുള്ള മാസ്ക് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആള് പറയും, നാളെ മത്സരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡീമൺസ് ഉണ്ടാവും, അവരിൽ പലർക്കും മാജിക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു മാസ്കിൽ ഞാൻ ചില മാജിക്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നീ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാസ്ക് ഉപയോഗിക്കണം. സോ നിന്റെ സഹായത്താൽ മാജിക് ഉപയോഗിക്കാൻ അറിയാവുന്ന ഡീമൻസിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് ഹീറോയെ ഓക്കെ പറഞ്ഞ് അവൻ ആ മാസ്കിലേക്ക് തന്നെ നോക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഹീറോ ആണെങ്കിൽ ഫൈറ്റിന് പോവാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പാപ്പൻ ഇപ്പൊ ഹീറോയുടെ കൈ പിടിച്ച് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ വരുന്നത് വരെ തീർച്ചയായിട്ടും നിന്റെ അനുജത്തിയെ എന്ത് വില കൊടുത്ത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, നിനക്ക് ജയിച്ച് എന്റെ അടുത്തേക്ക് തിരികെ വരാൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് അവന് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. ഹീറോയും ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് നടന്ന് അപ്പാപ്പൻ നേരെ തിരിഞ്ഞിട്ട് പറയും, താങ്ക് യു വെരി മച്ച്, നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു, അതിനെല്ലാം എനിക്കിപ്പോൾ നന്ദി മാത്രമേ പറയാനുള്ളൂ. അതുപോലെ അങ്ങയുടെ വളർത്തു മക്കൾ ആ ചുന്ദരി പെണ്ണിനോടും അവളുടെ ബ്രദറിനോടും എന്റെ അന്വേഷണം പറയണമെന്ന് പറഞ്ഞ് ഹീറോ കടന്നു പോകും. അത് കേട്ട് മാസ്ക് അപ്പാപ്പൻ ഞെട്ടുകയാണ്. കാരണം അവർ രണ്ടുപേരും ഓൾറെഡി മരിച്ചു പോയതാണ്. അവരെക്കുറിച്ച് എങ്ങനെ ഇവൻ അറിഞ്ഞു, അവരെ എങ്ങനെ ഇവൻ കണ്ടുമുട്ടിയെന്നൊക്കെ ചിന്തിച്ച് അപ്പാപ്പൻ കൺഫ്യൂസ്ഡ് ആവും. ഹീറോ ആണെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ അത് ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് നടക്കുകയാണ്. അവിടെ മുഴുവൻ ഒരു പ്രത്യേക തരത്തിലുള്ള മരത്തില് പൂക്കളൊക്കെ അങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഒരു വിധത്തില് അവൻ കറക്റ്റ് ആയിട്ട് സ്ഥലം കണ്ടെത്തി അവിടേക്ക് വരും. ഹീറോ കരുതിയതുപോലെയല്ല, അവിടെ ഒരുപാട് സ്റ്റുഡൻസും അവരുടെ മാസ്റ്റേഴ്സും അവരെല്ലാവരും ഒരു ഡീമൺ സ്ലെയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ 2 ചീഫുകൾ അവിടേക്ക് വരും. അതിലൊരാൾ പറയും, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി ഒരുപാട് ഡീമൻസിനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവറ്റകൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. ഈ ഒരു മിസ്റ്റീരിയസ് ഫ്ലവർ അത് അവറ്റകൾക്ക് പേടിയാണ്, ഇത് താണ്ടി അവറ്റകൾ പോവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ 7 ദിവസം മാത്രമാണ് ഉള്ളത്. ആ 7 ദിവസം കൊണ്ട് നിങ്ങൾ ആ ഡീമൻസിനെ എല്ലാം കൊന്നു തള്ളണം. 7 ദിവസത്തിന് ശേഷം നിങ്ങൾ ആരൊക്കെ അവശേഷിക്കുന്നോ അവരായിരിക്കും ഡീമൺ സ്ലെയർ ആയിട്ട് എലിജിബിൾ ആയി മാറുക. സോ ഇതിന് തയ്യാറായവർക്ക് മുൻപോട്ടേക്ക് വന്ന് ഇതിൽ പങ്കെടുക്കാം. ഉടനെ എല്ലാവരും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇപ്പൊ കാട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഹീറോ ടാൻജറോ അവൻ ആ കാട്ടിലൂടെ ഓടും. എന്റെ മനസ്സിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം എനിക്ക് താമസിക്കാൻ, അതൊരു സേഫായ ഇടമായിരിക്കണം, എനിക്ക് ഡേ ടൈം മുഴുവൻ അവിടെ വിശ്രമിച്ച് നൈറ്റ് വേണം ഇവറ്റകളെ കൊല്ലാൻ. അവനങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വരുമ്പോ അവന് ഒരു ഡീമന്റെ സ്മെല്ല് കിട്ടും. ടാൻജറോയ്ക്കാണെങ്കിൽ ആ ഡീമൻ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാവില്ല. അടുത്ത നിമിഷം ഒരു ഡീമൺ അതങ്ങനെ അലറി വിളിച്ച് ടാൻജറോയ്ക്ക് നേരെ എടുത്ത് ചാടുകയാണ്. ഹീറോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് അതിന്റെ അടുത്ത് നിന്ന് തെന്നി മാറും. ഓ, ഇത് ഒറ്റ ഒരെണ്ണല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, എനിക്ക് ഈസി ആയിട്ട് ഇതിനെ തകർക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും മറ്റൊരു ഡീമൻ അവന്റെ തൊട്ട് പിന്നിലൂടെ ഹീറോയ്ക്ക് മുന്നിലേക്ക് ചാടി വീഴുക. ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഡീമൻസിന്റെ അടുത്ത് നിന്നൊക്കെ ദൂരേക്ക് മാറുകയാണ്. ഉടനെ ആ ഡീമൻസ് രണ്ടുപേരും തമ്മിൽ ഇപ്പൊ പൊരിഞ്ഞ തർക്കം. അവരിൽ ആര് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ടാൻജറോയെ കൊന്നു തിന്നും എന്നാണ് ഇപ്പൊ അവർക്കിടയിലെ തർക്കം.
അങ്ങനെ തർക്കത്തിനൊടുവിൽ അവര് രണ്ടുപേരും ചേർന്ന് ഇപ്പൊ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഹീറോ ഒരു സെക്കൻഡ് അവൻ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ച് അവന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ ഫൈറ്റ് ചെയ്യും. അതിനുശേഷം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ത്രെഡ് റിലീസ് ചെയ്ത് അവറ്റകളുടെ രണ്ടുപേരുടെയും കഴുത്തില് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ അവറ്റകള് ചത്തു മണ്ണടിയും. ഹീറോ ആണെങ്കിൽ ശ്വാസം വലിച്ചുവിട്ട് ഒരു സെക്കൻഡ് ആ മാസ്ക് അപ്പാപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. ഒരു ഡീമണെ കൊല്ലണമെങ്കിൽ ഫുൾ അറ്റൻഷനിൽ അവന്റെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കണം, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോകണം. ടാഞ്ചറോ അങ്ങനെ അപ്പാപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുമ്പോഴായിരിക്കും എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ല് അവന് കിട്ടുക. അവൻ ആ സ്മെല്ല് വന്ന ഭാഗത്തേക്ക് നോക്കും, ഒരു ജയന്റ് ഡീമൻ. അവൻ ഇത്രയും വലിയ ഡീമൻസിനെ ഇതുവരെ കണ്ടിട്ടില്ല. അത് അവിടെയുള്ളൊരു പയ്യനെ അറ്റാക്ക് ചെയ്യാൻ ആ പയ്യന്റെ പിന്നാലെ ഓടും. ടാഞ്ചറോ ആണെങ്കിൽ അതിനെ കണ്ട് പേടിച്ച് ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ്. ആ ജൈന്റ് ഡീമൻ ആണെങ്കിൽ അവന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു പയ്യനെ കട്ടിച്ച് മുറിച്ച് തിന്നും. അവന് തിന്നേണ്ട താമസം ആ ഡീമന്റെ പവർ അത് വീണ്ടും ഇരട്ടിച്ച് അവന്റെ മുൻപിലുള്ള ആ പയ്യനെ പിടിച്ചു വലിക്കുകയാണ്. ഹീറോയെ കൊണ്ടാണെങ്കിൽ ഇനിയും അത് നോക്കി നിൽക്കാനായിട്ട് ആവില്ല. എങ്ങനെയെങ്കിലും ആ പയ്യനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ ചാടി വന്ന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവന്റെ കൈ വെട്ടിയെറിയും. ആ പയ്യനാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. ഡീമൺ ടാഞ്ചറോയെ നോക്കും. വാവ്, ഞാൻ ഒരുപാട് കാലമായി മാസ്ക് വെച്ച ഒരു ഡീമൺ സ്ലെയറിനെ കണ്ടിട്ട്. എന്തായാലും കുഴപ്പമില്ല, ഒരല്പനേരം നമുക്കിനി ഗെയിം കളിക്കാം അല്ലേ? ഓക്കെ, ഇപ്പൊ ഏത് കാലഘട്ടമാണ് ഇത് എന്ന് ആ ഒരു ഡീമൻ ഇപ്പൊ ടാഞ്ചറോട് ചോദിക്കും. ആണെങ്കിൽ അല്പനേരം ആലോചിച്ച് ഇത് ടാൽഷോ പീരീഡ് ആണെന്ന് പറയും. ഡീമൺ ആണെങ്കിൽ ഫുൾ കലിപ്പില് ദേഷ്യപ്പെട്ട് നിലവിളിക്കും. ആ അപ്പാപ്പൻ മാസ്ക്മാൻ, അവനാണ് എന്നെ ഇവിടേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ടത്. 50 വർഷമായി ഞാൻ ഇവിടെ കിടന്ന് നരയിക്കുന്നു. നിന്നെപ്പോലെ നോർമലും കുറുക്കന്റെ മാസ്ക് ഒക്കെ വെച്ച ഒരുപാട് കുട്ടികളെ ഇതിനോടകം ഞാൻ തിന്നു തീർത്തു. ഞാൻ കഴിച്ച 15 സ്റ്റുഡൻസിന്റെ മുഖത്തും മാസ്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ആ അപ്പാപ്പൻ മാസ്ക് മാന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. 16ാമത് ഇന്ന് നിന്നെയും ചവച്ചരച്ച് തിന്ന് ഞാൻ എൻ്റെ പ്രതികാരം വീട്ടും. നിനക്കൊരു കാര്യം അറിയോ? അവന്റെ അവസാനത്തെ 2 ശിഷ്യന്മാര് അത് അവന്റെ വളർത്തു മക്കളായിരുന്നു. അവരെയും എൻ്റെ ഈ കൈകൊണ്ട് തന്നെയാണ് ഞാൻ കൊന്നു തിന്നത്. ഒരിക്കലും ആ മാസ്ക്മാൻ അപ്പാപ്പന്റെ ശിഷ്യന്മാരെ ഒന്നും ഞാനങ്ങനെ വെറുതെ കൊല്ലാറില്ല. ഒരുപാട് ഉപദ്രവിച്ച് വേദനിപ്പിച്ചാണ് ഞാൻ അവറ്റകളെ എല്ലാം കൊന്നത്. അവന്റെ വളർത്തു മക്കളില് ആ പെണ്ണിനെ ഞാൻ കൊന്നത് അവളുടെ 2 കാലും വലിച്ചു കീറിയാണ്. ആ ചെക്കന്റെ തലയിൽ അടിച്ചാണ് മൃഗീയമായി ഞാൻ അവറ്റകളെ കൊന്ന് തള്ളിയത്. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അവർ രണ്ടുപേരും മരിച്ചവരാണ് എന്നുള്ള സത്യം അതിപ്പോഴാണ് ഹീറോ തിരിച്ചറിയുന്നത്. ഫുൾ കലിപ്പിൽ ഹീറോ അവന്റെ സ്ക്വാഡ് എടുത്ത് ആ ഡീമനെ വെട്ടാൻ ആ ഡീമന്റെ അടുത്തേക്ക് വരും. ഡീമൻ അതിന്റെ കൈ വീശും. ഹീറോ അവന്റെ സ്ക്വാഡ് വെച്ച് ആ കൈ വെട്ടി വീശാണ്. അപ്പൊ അടുത്തൊരു കൈ ഉപയോഗിച്ച് ഡീമൻ ഫുൾ പവറിൽ ഒരൊറ്റ അടി. ആ ഒരു അടിയില് താഴെ വീണ് ബോധം പോയി നമ്മുടെ ടാഞ്ചറോ അവനങ്ങനെ വീണ് കിടക്കും. ആ പയ്യനാണെങ്കിൽ പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. ഇവിടെ ഹീറോയുടെ ഇമാജിനേഷനിലേക്ക് അവന്റെ ബ്രദർ വരും. ചേട്ടാ, വിട്ടുകൊടുക്കരുത്, ഒരു കാരണവശാലും തോൽവി സമ്മതിക്കരുത്. അത് കേട്ട് നമ്മുടെ ടാഞ്ചറോ ഇപ്പൊ ചാടി എഴുന്നേക്കും. എന്നിട്ട് വീണ്ടും വമ്പ ഫോഴ്സില് അതിന്റെ ഓരോ കൈകളായിട്ട് വെട്ടിയെറിയാണ്. ഡീമന് മനസ്സിലാവും നമ്മുടെ ചെക്കൻ ചില്ലറക്കാരനല്ലെന്ന്. അവൻ ഹീറോയുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കാനായിട്ട് ആ 2 പേരെയും വയസ്സനപ്പാപ്പന്റെ മക്കളെ 2 പേരെയും കൊന്ന വിധം ഇപ്പൊ ഹീറോയോട് പറയും. ആ ചെക്കന്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചു. അവൻ എന്റെ കഴുത്ത് വെട്ടാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എന്താ, അവന്റെ സ്ക്വാഡ് 2ആയിട്ട് ഒടിഞ്ഞുപോയി. ഡീമന്റെ കൈ അതാ മണ്ണിലടിയിലൂടെ വരുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവും. അത് ക്ലോസ് എത്തുമ്പോൾ ഹീറോ എടുത്തു ചാടും. ഹീറോയുടെ ആ ഒരു മൂമെന്റ് അത് ഡീമൺ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതുവരെ ഈ ഒരു ടെക്നിക്കിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഹീറോ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പൊ അതിന്റെ കയ്യിലൂടെ തന്നെ ചാടി ഓടി ആ ഡീമന്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുകയാണ്. അതിന്റെ കഴുത്ത് നല്ല സ്ട്രോങ് ആണ്. ആഞ്ചറോയെ കൊണ്ട് അത് തകർക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിലാണ് ആ ഡീമൺ നിൽക്കുക. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ ബ്രദറും സിസ്റ്ററും അവർ 2 പേരും ആ ഫൈറ്റ് നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കും. ഹീറോ ആണെങ്കിൽ അവന്റെ ത്രെഡ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ആ ഡീമന്റെ തലയിലേക്ക് അടിച്ചു വിടും. പിന്നൊന്നും നോക്കില്ല, ബ്രീത്ത് കൺട്രോൾ ചെയ്ത് അതിന്റെ കഴുത്തിൽ തന്നെ ആഞ്ഞൊരു വെട്ട്. ഡീമന്റെ കാറ്റ് പോയി അതിന്റെ തല അതങ്ങനെ തെറിച്ചു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.